നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കാണാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സെൻറ്റൻസസ് എങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു വോണ്ട് ടു എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. ഡു യു വോണ്ട് ടു. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ വരണോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു വോണ്ട് ടു, ഡു യു വോണ്ട് ടു കം വിത്ത് മീ. എൻ്റെ കൂടെ വരണോ, ഡു യു വോണ്ട് ടു കം വിത്ത് മീ. അവിടെ എന്തുകൊണ്ടാണ് കം എന്നുള്ള വാക്ക് വന്നത്? വരണോ, വരിക എന്നുള്ളത് എന്താ ഇംഗ്ലീഷ്? കം ആണ് അല്ലേ. സോ അതുകൊണ്ടാണ് ഡു യു വോണ്ട് ടു കം വിത്ത് മീ എന്ന് ചോദിക്കുന്നത്. ഡു യു വോണ്ട് ടു കം വിത്ത് മീ. വിത്ത് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ. ഓക്കെ, ഇപ്പോൾ അവൻ്റെ കൂടെ എന്നാണെങ്കിലോ വിത്ത് ഹിം എന്നായി പോവും. ഓക്കെ, സോ നിനക്ക് എൻ്റെ കൂടെ വരണോ എന്നെങ്ങനെ ചോദിക്കുക? ഡു യു വോണ്ട് ടു കം വിത്ത് മീ. ഓക്കെ, ഡു യു വോണ്ട് ടു കം വിത്ത് മീ. എൻ്റെ കൂടെ എന്ന് പറഞ്ഞേ ഡു യു വോണ്ട് ടു കം വിത്ത് മീ. ഇനി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണോ ഒന്ന് വേറെ ആളോട് ചോദിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഡു യു വോണ്ട് ടു എന്ന് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ചായ കുടിക്കണോ? ഡു യു വോണ്ട് ടു. കുടിക്കുക എന്നുള്ളതിന് എന്താ പറയുക? ഡ്രിങ്ക് ആണ്. അപ്പോൾ ചായ കുടിക്കണോ എന്ന് ചോദിക്കുന്നത് ഡു യു വോണ്ട് ടു ഡ്രിങ്ക് ടീ. ഇനി എഴുതണോ? ഡു യു വോണ്ട് ടു. എഴുതുക എന്നുള്ളതിന് എന്താ പറയുക? റൈറ്റ്. സോ ഡു യു വോണ്ട് ടു റൈറ്റ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കാനായിട്ട്, നിനക്ക് ചെയ്യണമെന്ന് ചോദിക്കാനായിട്ട് ഡു യു വോണ്ട് ടു എന്നുള്ള ഫ്രേസ് വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, നിനക്ക് എന്തെങ്കിലും വേണോ? തിരിച്ചു വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും വേണോ? അതായത് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും വാങ്ങണോ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ ചോദിക്കും? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഡു യു വോണ്ട് സംതിങ് വെൻ ഐ ഗെറ്റ് ബാക്ക്. ഡു യു വോണ്ട് സംതിങ് വെൻ ഐ ഗെറ്റ് ബാക്ക്. ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും വേണോ? ഡു യു വോണ്ട് സംതിങ് വെൻ ഐ ഗെറ്റ് ബാക്ക്. ഗെറ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ തിരിച്ചു വരുമ്പോൾ, അതിന് പകരം നിങ്ങൾക്ക് വെൻ ഐ റിട്ടേൺ എന്നും പറയാം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഗെറ്റ് ബാക്ക് എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒന്ന് കൂടെ ഒന്ന് പറഞ്ഞേ, ഡു യു വോണ്ട് സംതിങ് വെൻ ഐ ഗെറ്റ് ബാക്ക്. ഡു യു വോണ്ട് സംതിങ് വെൻ ഐ ഗെറ്റ് ബാക്ക്. ഇനി അടുത്തത്, പോയിട്ട് വരുമ്പോൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് വരുമോ? പോയിട്ട് വരുമ്പോൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങിയിട്ട് വരുമോ? അതെങ്ങനെയാണ് പറയാ? വാങ്ങിച്ച് വരുമോ എന്നാണ് ചോദിക്കുന്നത്. വാങ്ങിയിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു റിക്വസ്റ്റ് ആണല്ലേ, ഒരു കാര്യം ചെയ്ത് തരുമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് റിക്വസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പറയാം. നേരത്തെ നമ്മളൊരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാനായിട്ട് എങ്ങനെയാണ് ചോദിച്ചത്? എന്നെ ഒന്ന് സഹായിക്കുമോ, എനിക്കൊരു സഹായം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഏത് വാക്കാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് വാക്കായിരുന്നു? ക്യാൻ ആണ് യൂസ് ചെയ്തത് അല്ലേ? ക്യാൻ യു ഹെൽപ്പ് മീ, അല്ലെങ്കിൽ കുഡ് യു ഹെൽപ്പ് മീ. അതേപോലെ പച്ചക്കറികൾ വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ക്യാൻ യു ബ്രിങ് ബാക്ക്. തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്നുള്ളതിന് ആഫ്റ്റർ കമ്മിങ് ബാക്ക് എന്നൊന്നും വേണ്ട. ക്യാൻ യു ബ്രിങ് ബാക്ക്. ബ്രിങ് ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന എന്തെങ്കിലും ഒരു കാര്യം തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് ബ്രിങ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യാൻ യു ബ്രിങ് ബാക്ക് സം വെജിറ്റബിൾസ്. ക്യാൻ യു ബ്രിങ് ബാക്ക് സം വെജിറ്റബിൾസ്. ഓക്കെ, ബ്രിങ് ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ബ്രിങ് ബാക്ക്? നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം തിരിച്ച് കൊണ്ടുവരുന്നതിന്, അതായത് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ബ്രിങ് ബാക്ക് എന്ന് പറയുന്നത്. സോ ക്യാൻ യു ബ്രിങ് ബാക്ക് സം വെജിറ്റബിൾസ് ഫോർ മീ. ഇനി നിനക്കിവനെ പരിചയമുണ്ടോ? നിനക്കിവനെ പരിചയമുണ്ടോ നമ്മൾ എങ്ങനെ ചോദിക്കാം? നിനക്കിവനെ പരിചയമുണ്ടോ? അപ്പം നമുക്കിങ്ങനെ ചോദിക്കാം, ഡു യു നോ ഹിം. പരിചയമുണ്ടോ, അറിയുമോ എന്നെങ്ങനെ ചോദിക്കാം? ഡു യു നോ ഹിം. അറിയുമോ, നിനക്ക് അവനെ അറിയുമോ, നിനക്ക് അവനെ പരിചയമുണ്ടോ? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഡു യു നോ ഹിം. ഡു യു നോ ഹിം. ഇനി ഹിം എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ആരുടെ പേര് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡു യു നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് അറിയുമോ എന്ന് മാത്രമാണ്. നിനക്കിപ്പം അവനെ അറിയുമോ, അവളെ അറിയുമോ, അവരെ അറിയുമോ, എൻ്റെ അമ്മേനെ അറിയുമോ, അച്ഛനെ അറിയുമോ, അതെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിനക്ക് അറിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡു യു നോ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നിനക്ക് അവനെ അറിയുമോ, ഡു യു നോ ഹിം. അതിന് പകരം വേറെ ആരെ അറിയുമോ എന്ന് ചോദിക്കാനാണെങ്കിലും നമുക്ക് ആ വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡു യു നോ ഹർ, ഡു യു നോ ഹിസ് പാരൻസ്, ഡു യു നോ
ഹർ സിസ്റ്റർ, അങ്ങനെ ആരെ വേണമെങ്കിലും. ഡു യു നോ മൈ ടീച്ചർ, ഡു യു നോ മൈ സ്കൂൾ, നിങ്ങൾക്ക് സ്കൂൾ ഏതാണെന്ന് അറിയുമോ എന്നുള്ള അർത്ഥത്തിൽ. സോ അങ്ങനെ ഏത് രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ മാറ്റാം. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ സെൻറ്റൻസസും ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് മാറ്റാം. ഇനി അതെ, ഞാൻ അവനെ മുൻപ് കണ്ടിട്ടുണ്ട്, ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ഞാൻ അവനെ ഇതിനു മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് പറയണം. എങ്ങനെ പറയാം ഞാനത്? അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാവ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഐ ഹാവ്. അപ്പം ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ മുന്നേ എപ്പോഴും ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് വർക്ക്ഡ് ഹിയർ എന്ന് വെച്ചാൽ എന്താ? ഐ ഹാവ് വർക്ക്ഡ് ഹിയർ എന്ന് വെച്ചാൽ ഞാനിവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ എങ്ങനെ പറയാം? ഐ ഹാവ് റെഡ് ദിസ് ബുക്ക് എന്നാ പറയാം. റെഡ് ദിസ് ബുക്ക്. ഇനി ഞാൻ നോട്ട്സ് എഴുതിയിട്ടുണ്ടെന്ന് എങ്ങനെ പറയും? ഐ ഹാവ് റിട്ടൺ ദ നോട്ട്സ് എന്നാണ് പറയാം. അപ്പോൾ ഹാവിൻ്റെ കൂടെ നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മളത് പറയാം? ഞാൻ അവനെ ഇതിന് മുൻപേ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെ പറയും? ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഹാവിൻ്റെ കൂടെ എപ്പോഴും V3 ഫോം ഓഫ് ദ വെർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഒത്തിരി ക്ലാസ്സുകളിൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ, വീഡിയോസും ലൈവ് ക്ലാസ്സസും ഒക്കെ കാണുന്നവരാണെങ്കിൽ ഓൾറെഡി അറിയായിരിക്കും V3 ഫോം എന്താണെന്ന്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേയുള്ള ക്ലാസ്സസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി നോക്കുക, വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി നോക്കുക. അതിൽ നിങ്ങൾക്ക് ഇതേപോലെ V1, V2, V3 ഒക്കെ പഠിപ്പിക്കുന്ന ഇഷ്ടം പോലെ വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. V3 എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ദ വീഡിയോ. അടുത്തത്, പക്ഷേ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ നേരത്തെ തന്നെ കണ്ടിന്യൂഷനാണ്. ഞാൻ അവനെ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അവൻ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതെങ്ങനെ പറയും? പക്ഷെ ആരാണെന്ന് ഓർമ്മയില്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ബട്ട്. പക്ഷേ എന്ന് പറയുമ്പം ബട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബട്ടൊക്കെ യൂസ് ചെയ്ത് മടുത്തെൻ്റെ ടീച്ചറെ എന്നാണെങ്കിൽ ഹൗഎവർ യൂസ് ചെയ്യാം. ഇറ്റ്സ് എ വെരി ഗുഡ് റീപ്ലേസ്മെൻറ്റ് ഫോർ ബട്ട്. നിങ്ങൾക്ക് ഹൗഎവർ യൂസ് ചെയ്യാം. ഹൗഎവർ ബട്ടിന് പകരം ഹൗഎവർ ഐ ഡോണ്ട് റിമെമ്പർ ഹിം. എനിക്ക് അവനെ ഓർമ്മയില്ല, അവൻ ആരാണെന്ന് ഓർമ്മയില്ല. ഐ ഡോണ്ട് റിമെമ്പർ ഹിം, എനിക്ക് അവന് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഐ ഡോണ്ട് റിമെമ്പർ ഹൂ ഹീ ഈസ്. ഹൂ ഹീ ഈസ് എന്ന് പറഞ്ഞാൽ അവൻ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഹൗഎവർ ഐ ഡോണ്ട് റിമെമ്പർ ഹൂ ഹീ ഈസ്. പക്ഷേ എനിക്ക് അവൻ ആരാണെന്ന് ഓർമ്മയില്ല. ഹൗഎവർ ഐ ഡോണ്ട് റിമെമ്പർ ഹൂ ഹീ ഈസ്. ഇവിടെ ഹൗഎവറിന് പകരം ബട്ട് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നിനക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതെങ്ങനെ പറയും? നിനക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഒരാളോട് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് മനസ്സിലാകുക എന്നുള്ളതിന് അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുന്നത്. അപ്പം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് എന്നാണ് ചോദിക്കുക. എന്താ ചോദിക്കുക? ഡു യു അണ്ടർസ്റ്റാൻഡ്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ്. അപ്പം ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. ക്ലാസ് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, നിനക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. ഓക്കെ, ഇനി അതെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെങ്ങനെ പറയും? ഐ അണ്ടർസ്റ്റാൻഡ്. അത്രയേ ഉള്ളൂ. ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. ഇനി എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെങ്ങനെയാണ് പറയാം? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെങ്ങനെ പറയും? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഐ അണ്ടർസ്റ്റാൻഡ്. ഇനി എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്തത്, അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് നിനക്കറിയുമോ? അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് നിനക്കറിയുമോ? ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവരെവിടെയാണ് താമസിക്കുന്നത് നിനക്കറിയുമോ? സിമ്പിളാണ്. ഡു യു നോ. നിനക്കറിയുമോ എന്ന് എങ്ങനെ ചോദിക്കാം? ഡു യു നോ. നമ്മൾ നേരത്തെ ഒരു സെൻറ്റൻസിൽ പറഞ്ഞായിരുന്നു, നിനക്ക് അവനെ അറിയുമോ എന്നെങ്ങനെ ചോദിച്ചേ? ഡു യു നോ ഹിം. അതുപോലെ അവരെവിടെ, എത്ര വലിയ സെൻറ്റൻസ് ആണെങ്കിലും ഒരു കാര്യം അറിയുമോ എന്നൊരാളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ഡു യു നോ വച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. എനിക്കിപ്പം നിങ്ങളോടാണ്, നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരാളോട്
ഒരു കാര്യം അറിയുമോ എന്ന് ചോദിക്കാനാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ഡു യു നോ എന്ന് പറഞ്ഞ് വേണം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഡു യു നോ എന്തറിയുമോ എന്നാണ് ചോദിക്കുന്നത്, അവരെവിടെയാണ് താമസിക്കുന്നതെന്ന്. സോ ഡു യു നോ വേർ ദേ ലിവ്? വേർ ദേ ലിവ്, എവിടെയാണ് താമസിക്കുന്നത് എന്നറിയുമോ? എവിടെ എന്ന് വന്നതുകൊണ്ടാണ് അവിടെ WHERE. കണ്ടോ, സ്പെല്ലിങ് ശ്രദ്ധിക്കണേ. 2 വേറുണ്ട് നമുക്ക്, 2 അല്ല 3 വേറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, സ്പെല്ലിങ് ശ്രദ്ധിക്കണം. എവിടെ എന്നുള്ളതിന് WHERE ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡു യു നോ വേർ ദേ ലിവ്? ഓക്കെ, അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് നിനക്കറിയുമോ? ഡു യു നോ വേർ ദേ ലിവ്? ഇനി അടുത്ത സെൻറ്റൻസ്, നാളെ നമ്മൾ എവിടെ പോകും? നാളെ നമ്മൾ എവിടെ പോകും, ഇതെങ്ങനെ പറയാം നമ്മൾ? നാളെ നമ്മൾ എവിടെ പോകും, ഈ സെൻറ്റൻസ് എങ്ങനെയാണ് പറയാ? സോ നാളെ നമ്മൾ എവിടെ പോകും, നാളത്തെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ എവിടെ പോകും എന്നുള്ളതാണ് ചോദ്യം. എവിടെ എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എത്ര പേർക്ക് അത് കറക്റ്റായിട്ട് ഓർത്ത് പറയാൻ പറ്റുന്നു നമുക്ക് നോക്കാം. എവിടെ എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? കറക്റ്റ്, നമ്മൾ വേർ എന്നാണ് പറയാം. വേർ, WHERE, വേർ. അപ്പോൾ എവിടെ പോകും എന്നുള്ളതിന് വേർ വിൽ, നമ്മൾ എവിടെ പോകും അല്ലേ? വേർ വിൽ വി ഗോ, നമ്മൾ എവിടെ പോകും? വേർ വിൽ വി ഗോ. നാളെ എവിടെ പോകുന്നു എടുത്ത് ചോദിക്കുന്നുണ്ട്, വേർ വിൽ വി ഗോ ടുമോറോ. ഓക്കെ, ഇനി ഇന്ന് വൈകുന്നേരത്തെ കാര്യമാണെങ്കിൽ വേർ വിൽ വി ഗോ ദിസ് ഈവനിങ്. സോ നമ്മൾ വിൽ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു കാര്യം ചോദിക്കാനും പറയാനും ഒക്കെയാണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം, അതായത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം, അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം, ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം, 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. ഭാവിയിലെ കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാളെ എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് വില്ല് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ വില്ല് യൂസ് ചെയ്തിരിക്കുന്നത്, ഭാവിയിലെ കാര്യമല്ലേ. സോ വേർ വിൽ വി ഗോ ടുമോറോ. അപ്പം ഇവിടെ മലയാളത്തിൽ നാളെ നമ്മൾ എവിടെ പോകും എന്നാണ്. അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്, എന്താ? ടുമോറോ വേർ വിൽ വി ഗോ എന്ന് ചോദിക്കാനായിട്ട് അല്ലേ? ആ ടെൻഡൻസി എട്ടാറ്റ് മടക്കിയിട്ട് പോക്കറ്റിൽ വയ്ക്കുക, അങ്ങനെ ചോദിക്കരുത്. വേർ, ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. വേർ വിൽ വി ഗോ ടുമോറോ, അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പോൾ ഈ സെൻറ്റൻസ്, ഇത് സെൻറ്റൻസ് അല്ല, ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സോ ഇവിടെ നമ്മൾ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ചാടിക്കയറിയൊന്നും സെൻറ്റൻസ് പറയാൻ പറ്റത്തില്ല. ആദ്യം എന്താ നമ്മൾ നോക്കേണ്ടത്? ചോദ്യം ചോദിക്കുന്ന വാക്ക് ഏതാണ്? നീ എന്തിനാണ് എന്നെ വിളിച്ചത്? ഇവിടെ എന്താ ചോദ്യം? എന്തിന്, കാരണമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ കാരണം ചോദിക്കുമ്പോൾ നമ്മൾ വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡ് വച്ച് തന്നെ എന്ത് തുടങ്ങണം? സെൻറ്റൻസ് തുടങ്ങണം. സോ എന്തിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമാണ് ചോദിക്കുന്നതെങ്കിൽ വൈ. അപ്പോൾ വൈ, നീ എന്തിനാണ് എന്നെ വിളിച്ചതെന്നാണ് ചോദിക്കുന്നത്. വൈ ഡിഡ് യു കോൾ മീ? വൈ ഡിഡ് യു കോൾ മീ? നിങ്ങൾക്ക് ഒത്തിരി സംശയം ഉണ്ടെന്ന് എനിക്കറിയാം, അവിടെ എന്തിനാ ഡിഡ് വന്നത് ആവശ്യമില്ലാതെ എന്നുള്ളത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, നീ എന്തിനാ എന്നെ വിളിക്കുന്നതെന്നല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? നീ എന്തിനാ എന്നെ വിളിച്ചത്? നേരത്തെ കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പം നേരത്തെ കഴിഞ്ഞൊരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ നേരത്തെ കഴിഞ്ഞതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഡിഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈ ഡിഡ്, നീ എന്തിനാണ് ഒരു കാര്യം ചെയ്തത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വൈ ഡിഡ്, നീ വിളിച്ചത്. വൈ ഡിഡ് യു കോൾ മീ, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പറയാം? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. വൈ ഡിഡ് യു കോൾ മീ? വൈ ഡിഡ് യു കോൾ മീ? English Mitra. Stop worrying, start learning.